റോഡ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ പാൻ അമേരിക്കൻ ഹൈവേയിലൂടെ ഈ ബസ് പോകുന്നത് ഡെയിലി 10,000 ആളുകൾ ലീഗലി ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കയോട്ടി കാർട്ടൽസിൻ്റെ സഹായത്തോടു കൂടി ആയിരക്കണക്കിന് ആളുകൾ ഇല്ലീഗലി ക്രോസ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മെക്സിക്കോ അമേരിക്ക ബോർഡറിലേക്കാണ്. ഡസ്റ്റി മൗണ്ടൻ റോഡിലൂടെ സ്പീഡിൽ പോകുന്ന 100 കണക്കിന് ക്രോസ് ബോർഡർ ട്രക്സ് അമേരിക്കയിൽ നിന്ന് ഇലക്ട്രോണിക് ഐറ്റംസ് ഇവിടെ അൺലോഡ് ചെയ്തതിനു ശേഷം മെക്സിക്കോന്ന് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആയിട്ട് തിരിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ബോർഡറിൽ 100 കണക്കിന് റീപർപ്പസ്ഡ് മൈഗ്രന്റ് ഷെൽട്ടർ ഹോംസ് ഉണ്ട്, എവിടെ വേണമെങ്കിലും താമസിക്കാം. പക്ഷെ ഒരു ഷവറിന്റെ അണ്ടറിൽ 30ഓളം ആളുകൾ ഉണ്ടായിരിക്കാം. ഒരു ഡോർമെറ്ററി തന്നെ 50 രാജ്യങ്ങളിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഷൂസും ഡ്രസ്സും ഇട്ട് കിടക്കുന്ന ആളുകളെ കാണാൻ പറ്റും, കാരണം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട്. അതേപോലെ ബോർഡറിൽ ഇഷ്ടംപോലെ എക്കണോമിക്കലായിട്ടുള്ള ടാക്കോസ് വെക്കുന്ന ടാക്കറിയാസും സുലഭമാണ്. ബോർഡറിൽ ഇഷ്ടക്കണക്കിന് ബാർബർ ഷോപ്സ് കാണാം. ഒരു ക്രോസ് ബോർഡർ ബിസിനസ് മോഡലിന്റെ അപ്പുറം ഇതിനെ കൊണ്ട് വേറെ പല കാര്യങ്ങളും ഉണ്ട്. അത് സെപ്പറേറ്റ് സ്റ്റോറി ആയിട്ട് പിന്നെ ചെയ്യാം. നാർക്കോ സൂവിലെ എക്സോട്ടിക് ആനിമൽസിന് ഏജ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പബ്ലിക് സൂവിലേക്ക് ട്രാൻസ്ഫർ എന്ന് കേട്ടിട്ട് ബോർഡർ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. കയോട്ടി ടാക്സീസും ബൈക്ക് ടാക്സീസും ഊബറും ദീദിയും ക്രോസ് ബോർഡർ ടാക്സീസും ഒക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഊബർ എടുത്തിട്ടാണ് ബോർഡറിലേക്ക് പോകുന്നത്. ഞാൻ ഇത്രയും സമയം പറഞ്ഞ സലൂണും സൂവും കയോട്ടി വാനും ഒക്കെ ഇവിടുത്തെ ഡ്രൈവേഴ്സിൻ്റെ അടുത്തുനിന്നും ഹോട്ടൽ സ്റ്റാഫിൻ്റെ അടുത്തുനിന്നും ആളുകളിൽ നിന്നും ഞാൻ അറിഞ്ഞതും കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. അങ്ങനെ ഫൈനലി ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു അൺബിലീവബിൾ പാരലൽ യൂണിവേഴ്സ് ആണ്. 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള മൈഗ്രന്റ് വർക്കേഴ്സ് ഇന്നല്ലെങ്കിൽ നാളെ ബോർഡർ കിടക്കുന്നുള്ള പ്രതീക്ഷയിൽ ബോർഡറിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നത് കാണാം. പറഞ്ഞാൽ വിശ്വസിക്കൂല, അണ്ടർഗ്രൗണ്ട് സിറ്റീസ് മുതൽ ഇലക്ട്രിസിറ്റിയും എലിവേറ്ററും ഉള്ള നാർക്കോ ടണൽസ് വരെ ഇവിടെ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ US മെക്സിക്കോ ബോർഡർ എന്ന് പറയുന്നത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓർഗാനിസമാണ്. ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഒരുപാട് ഫാർമസി ഷോപ്പുകളുണ്ട്. US ഫോർബിഡൻ ആയിട്ടുള്ള പല മരുന്നുകളും ഇവിടെ കിട്ടുന്നതായിരിക്കും. 3000ന്റെ മുകളിൽ കിലോമീറ്റർ ലാൻഡ് ബോർഡർ ഉണ്ട്. അതിൽ തന്നെ 1000 കിലോമീറ്ററിൽ മാത്രമേ ഇപ്പോഴും വാളുള്ളൂ. ഈ കാണുന്ന പെഡസ്ട്രൈൻ ബ്രിഡ്ജോ അല്ലെങ്കിൽ ഫോറസ്റ്റോ കടലോ മതിലോ ചാടിക്കടന്നിട്ട് അമേരിക്കയിൽ പോകുന്നതിന് കയോട്ടീസ് എന്ന് വിളിക്കുന്ന ഹ്യൂമൻ സ്മഗ്ലേഴ്സ് ചാർജ് ചെയ്യുന്നത് 5 ലക്ഷം മുതൽ 30 ലക്ഷം വരെയാണ് ആവറേജ് ആയിട്ട്. വേറൊരു ഷോക്കിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മഗ്ലിംഗ് സർവീസ് തന്നെ VIP പാക്കേജും ഉണ്ട്. അതായത് 30 ലക്ഷത്തിന് പകരം നിയർലി 80 ലക്ഷമോ 90 ലക്ഷമോ കൊടുത്തു കഴിഞ്ഞാൽ VIP ആയിട്ട് ലക്ഷറി ആയിട്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സർവീസും ഉണ്ട്. ബേസിക്കലി ചൈനക്കാരൊക്കെ ഇത് അവൈൽ ചെയ്യുന്ന കേട്ടെ. നമ്മൾ നേരത്തെ റെഫർ ചെയ്തിട്ടുള്ള നാർക്കോ ടണലില്ലേ, അത് ജസ്റ്റ് ഒരു ടണൽ മാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് മാസ്റ്റർ പീസ് ആണ്. റെയിൽ നെറ്റ്വർക്കും ലൈറ്റിങ്ങും വെന്റിലേറ്ററും എല്ലാം ഉള്ള സൂപ്പർ നെറ്റ്വർക്കാണ്. ഒരു 100 വർഷം മുമ്പ് വരെ വളരെ ഓപ്പൺ ആയിട്ട് കിടന്നിരുന്ന ബോർഡറാണ്. ഇന്നിപ്പോൾ കോടികൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്തായാലും ഈ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഞാൻ ടെക്സാസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്.